നമ്മളെല്ലാവരും കൂടെ നേവിക്ക് പോവുകയാണ്. ട്രെയിൻ അനങ്ങി തുടങ്ങി. നമ്മൾ അഹമ്മദാബാദ് എത്തിയിരിക്കുകയാണ്. അമ്മേ ഇടത് കാര്യമാണ് കുത്തിയത്. പിടിക്കാൻ പറഞ്ഞേ ഇപ്പൊ ടിപ്പർ മറിക്കണോ നമ്മളെ മറിച്ചിട്ടോടാ. ഇതാണ് ഫോർട്ട്, ജയ്സൽമീർ ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒടുക്കത്തെ ചൂട് കൈസ്, ഒടുക്കത്തെ ചൂട്. എന്റെ പൊന്നി. ആഫ്രിക്ക ആനന്ദിന്റെ കല്യാണം 3 വർഷം കഴിഞ്ഞ് ഫിക്സ് ചെയ്തു. പുള്ളിയുടെ മോളാണ് വധു. എല്ലാരും വരണം. ഡൽഹിയിലെ മണ്ണിൽ 2 കാര്യം കുത്തി ഇറങ്ങിയിരിക്കുകയാണ്. ദിസ് ഈസ് ദ ഇന്ത്യ ഗേറ്റ്. എന്തൊരു പൊന്നി ഗൈസ്. ഇന്ത്യ ഗേറ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അടിപൊളി സാധനം. തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ വയ്യ. അതാ ടെമ്പിൾ എത്തി ഗൈസ്. ഓ മൈ സർജറി അമ്മമാര് പോകുന്നുണ്ട് ഗൈസ്. പോയമാര് തിരിച്ചെപ്പോ വരുവാടാ അമ്പി. ും മഞ്ഞ് ടേണിലോട്ട് കയറുകയാണ്. സഡൽ ടണലാണ്. 9 കിലോമീറ്ററിന്റെ ടണലാണ്. ഹയസ്റ്റ് ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ എന്തോ സംഭവമല്ലേ അല്ലേ? ഇനി 9 കിലോമീറ്റർ നമ്മൾ ടണലിൻ്റെ അടിയിലൂടെയാണ് പോകുന്നത്. 40 km/h. മണാലിയിലേക്ക് ആദ്യമായി. ഓ മൈ ഗാഡ്, കിടില. തണുത്തിട്ട് പാടില്ല. ഒരു സ്കാർഫ് എടുക്കേണ്ടായിരുന്നു അല്ലേ ഗൈസ്? ആദ്യമായിട്ട് ഞാൻ മഞ്ഞിന്റെ പുറത്ത് കാര്യം പറ്റിയിരിക്കുകയാണ്. ഒപ്പു സ്ലിപ്പാവണ്. അയ്യോ അമ്മേ അമ്മേ സ്ലിപ്പാവുന്നുണ്ട് ഗൈസ്, സ്ലിപ്പാവുന്നുണ്ട്. സൗണ്ട് ഇല്ല ഗൈസ്, അല്ലെ കീറിക്കിടന്ന് വിളിക്കാം. എനിക്ക് വലിയ ബ്രേക്കൊന്നും കിട്ടില്ല. ഒരു സെക്കൻഡ്. ആ കൊള്ളാം. ഇവളെന്തോന്നും ചോറിൽ ഉരുള ഉരുട്ടുന്നു. എന്റെ അമ്മ ഒടുക്കത്തെ ക്യൂ. രാജാവിനെന്ത് ക്യൂ? വഴിയൊരുക്കടാ. വന്നാലും മുൻപന്തിയിൽ ഉത്തരവ്. ഇത്തിരി ഗ്യാപ്പ് എന്ന രാജാവാണ്. Body weight, not back side. Okay. Both stick are same time. Okay. Go slowly. Come. Good. Come. Look in front. Look. സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടത്. Good another straight car driving. Okay. Not look down. എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? യൂ, എന്റെ ഒരു കൈ എവിടെയാണ്? 2-3 കൈയായിട്ട് വന്നേണ്. എങ്ങനെയുണ്ടായിരുന്നല്ലേ? 3-4 പ്രാവശ്യം വീണിട്ടുണ്ട്. എക്സ്പീരിയൻസ് മണാലി വേർത്തടാ. സത്യ ജാത്ത് വേർത്ത്.
ഇല്ല എന്നെ വിളിച്ചില്ല, ഇത് ചെയ്യാൻ പോയിരുന്നു. ഇവിടെ വെച്ചാണ് സംഭവിക്കുന്നത്. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. മണാലിയിൽ വെച്ച് സ്റ്റോറേജ് ഫുള്ളായി എന്ത് ചെയ്യും? ഇവന്മാരും ഫോൺ എടുത്തില്ല. ഈ ഫോണെല്ലാം വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ മഞ്ഞിലോട്ട് ഇറങ്ങിയതല്ലേ, അപ്പം അവിടെ വെച്ച് ആരും ഫോൺ എടുത്തില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇതിലോട്ട് ഫൂട്ടേജസ് ആക്കി ബാക്കി ഫൂട്ടേജ് എടുക്കായിരുന്നു. അതുകൊണ്ട് ഫൂട്ടേജസ് കുറഞ്ഞു മണാലിയിൽ. കുഴപ്പമില്ല. ഇനിയിപ്പോൾ അത് പറയാനല്ലേ പറ്റൂ ഗീസ്, കുഴപ്പമില്ല. നമ്മൾ കുറച്ച് എൻജോയ് ചെയ്ത വീഡിയോസൊന്നും കിട്ടിയില്ല, അത്രയേ ഉള്ളൂ. ഞാൻ ആവശ്യത്തിനൊക്കെ ഉള്ളത് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കുറേ പഴയ ഫോട്ടോസ് ഞാൻ പറഞ്ഞില്ലേ ഡിലീറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് സ്പേസ് കിട്ടി. കുഴപ്പമില്ല. ഇത് അവിടെ വെച്ചല്ല, അതിന് മുമ്പ് സംഭവിച്ചു സ്റ്റോറേജ് ഫുള്ളായത്. കാരണം 128 ഉള്ളൂ ഐഫോൺ. പിന്നെ പറയണ്ടല്ലോ, 128 ടക്കേന്ന് പറഞ്ഞ് തീരും. ഇതിനു മുമ്പ് ഞാൻ രാഹുലിൻ്റെയും അമ്പിയുടെയും വൈഷ്ണവിൻ്റെയും ഫോണിലോട്ടൊക്കെ മാറ്റി ഫുട്ടേജസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം സമ്മതിച്ചില്ല. പറ്റൂ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലേ പറ്റും. ഓക്കെ ഗൈസ്, ബാക്ക് ടു ദ ഫുട്ടേജസ്. കൂട്ടം പെങ്കിൻ പോണതാ. അതാ പോണു. അമ്മേ പോണില്ലടാ. ഭയങ്കര സ്പീഡ്. ഗൈസ്, നമ്മൾ മണാലിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഒടുക്കത്തെ തണുപ്പ്, കയ്യൊക്കെ മരവിച്ച് ഇവിടെ ചെളിയും. മഞ്ഞിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഗൈസ്. അപ്പം ഇനി ഒന്ന് ബസ്സിൽ കയറണം. അത് കഴിഞ്ഞ് നേരെ അടുത്ത സ്പോട്ടിലേക്ക് പറഞ്ഞുതരാം. അടൽ ടണലിൻ്റെ ബാക്ക് സൈഡ് മറ്റേ എൻ്റെ ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ് നേരത്തെ. അതാണ് നേരത്തെ കാണിക്കാൻ പറ്റാത്തത്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 9 കിലോമീറ്റർ ഇൻറ്റു ദ ടണൽ. അടൽ ടണലിൻ്റെ ഫ്രണ്ടാണ് തണുത്തിട്ട് പോയി. ഇവിടെ 1 ഡിഗ്രി സെൽഷ്യസ് ആണ് ഗൈസ്. 1 ഡിഗ്രി സെൽഷ്യസിൽ ഗ്ലൗസ് പോലും ഇടാതിരിക്കണം അല്ലേ. എൻ്റെ സൗണ്ട് വീണ്ടും പോയി. 1 പുകയൊക്കെ വരണം എല്ലാവരും വൈകുന്നു. ഒന്നര മതിയാണ്. വീഡിയോയിൽ കണ്ടുകൂടെ പോക. പക്ഷേ അയ്യോ ചോളം കഴിക്കണം അണ്ണേ. വാ The next morning. ഋഷികേശ് എത്തി. ഋഷികേശ് അതായത് ഇന്നലെ അവിടെ നിന്ന് പിന്നെ ബസ്സിൽ കയറി നേരെ ഋഷികേശിലാണ് എത്തിയത്. ഋഷികേശിൽ നമ്മൾ ക്യാമ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പിലേക്ക് പോയിക്കാണ്. ക്യാമ്പിൽ കയറട്ടെ.